ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയെന്ന് കണ്ടെത്തൽ. PP ദിവ്യയുടെ പ്രസംഗം ആത്മഹത്യയ്ക്ക് പ്രേരണയായി. നവീൻ ബാബുവിനെ യാത്രയയപ്പ് യോഗത്തിൽ അപമാനിക്കാൻ ആസൂത്രണം നടത്തിയെന്നും കണ്ടെത്തൽ. കേസിൽ 82 സാക്ഷികളുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെ എന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ദിവ്യക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ട് എന്ന് കാണുന്നു. ദൃശ്യങ്ങൾ ദിവ്യ തന്നെ പ്രചരിപ്പിച്ചതിന് ഫോണിൽ നിന്ന് തെളിവുകൾ കിട്ടിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിലിമ, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണോ കുടുംബം ഉയർത്തിയ വാദങ്ങൾ, ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. നേരത്തെ ഈ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്നൊരു വാദമാണ് കുടുംബം ഉയർത്തിയത്. എന്നാൽ ആ ഒരു വാദം അല്ല അന്വേഷണ സംഘത്തിന് മുമ്പാകെയുള്ളത്. ആത്മഹത്യ തന്നെയാണെന്ന് ഈ അന്വേഷണ സംഘം ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായി പോകുന്നത്. ഈ ദിവ്യയുടെ യാത്രയപ്പ് യോഗത്തിൽ PP ദിവ്യ നടത്തിയ പ്രസംഗം തന്നെയാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് തന്നെയാണ് ഈ ഒരു കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത്. നവീൻ ബാബുവിനെ യാത്രയപ്പ് യോഗത്തിൽ അപമാനിക്കാനായി ആസൂത്രിത ശ്രമം PP ദിവ്യ നടത്തിയത് തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ നവീൻ ബാബുവിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ദിവ്യ തന്നെ പ്രചരിപ്പിച്ചതിന് ഫോണിൽ നിന്ന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പ്രാദേശിക ചാനലിനെ ഈ ഒരു യാത്രയപ്പ് ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയതും ദൃശ്യങ്ങൾ ചിത്രീകരിപ്പിച്ചതിന് ശേഷം ആ ദൃശ്യങ്ങൾ വാങ്ങി മറ്റ് പല ആളുകൾക്കും അയച്ചു കൊടുത്ത് അപമാനിക്കാൻ PP ദിവ്യ മനഃപൂർവ്വം ശ്രമം നടത്തിയെന്നൊരു കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 82 സാക്ഷികളുടെ മൊഴിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവീൻ ബാബു മരിക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കയറിന്റെയും അടിവസ്ത്രത്തിൽ കണ്ട കറയുടെയും ഒക്കെ ശാസ്ത്രീയ പരിശോധന ഫലം മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ലഭിക്കാനുള്ള. മറ്റ് റിപ്പോർട്ടുകളൊക്കെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അത് തിരിച്ചു വാങ്ങാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അത് കിട്ടിയാലുടൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് കരുതുന്നത്. ഈ DIGയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ TK രത്നകുമാർ, ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഈ നവീൻ ബാബുവിന്റെ 2 ഫോണുകളും ഈ അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പ് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, ആത്മഹത്യാക്കുറിപ്പും ഫോണിലെ വിവരങ്ങളും നശിപ്പിച്ചു എന്ന ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഉള്ളത് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കെട്ടിത്തൂക്കിയതാണെന്നൊരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ചത്. എന്നാൽ അത്തരമൊരു സംശയം ഒന്നും തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇൻക്വസ്റ്റ് നടത്തിയതിലും അത്തരത്തിൽ സംശയാസ്പദമായ മറ്റൊരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നൊരു കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ട് ഉള്ളതെന്നാണ് സൂചന. ഏതായാലും PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നീലിമ, അതുപോലെ മിഥുൻ, ഈ പ്രാദേശിക ചാനലിലെ വിളിച്ചു വരുത്തിയത് ദിവ്യയാണ്. ഈ ദിവ്യ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിനും വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് ഈ കുറ്റപത്രത്തിൽ കാണുന്നത്. അതായത് ദിവ്യയുടെ ഫോണിൽ നിന്നും ഈ തെളിവുകളെല്ലാം സമാഹരിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് ദിവ്യ പൂർണ്ണമായും ഈ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ മരണത്തിന് ഉത്തരവാദി അത്തരത്തിൽ ദിവ്യ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന കൃത്യമായ തെളിവുകൾ കുറ്റപത്രത്തിലുണ്ട്. പക്ഷേ കുടുംബം പറഞ്ഞ ഒരു കാര്യങ്ങളും പോലീസ് അംഗീകരിക്കുന്നില്ല, അന്വേഷണ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് ആത്മഹത്യ പ്രേരണ എന്ന് പറയുന്ന ഒരു ചെറിയ വകുപ്പിലേക്ക് PP ദിവ്യയുടെ കുറ്റം താഴ്ത്തി കൊണ്ടുവരാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ശ്രമം, അല്ലേ? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം തൊട്ടേ ഈ ADM ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായി അന്ന് തൊട്ടേ പറഞ്ഞിരുന്നത് ഈ യാത്രയപ്പ് ചടങ്ങിൽ നവീൻ ബാബുവിനെ PP ദിവ്യ അപമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പിന്നീട് അദ്ദേഹം ഈ ഒരു PP ദിവ്യയുടെ പ്രവൃത്തിയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് എന്ന് ചർച്ചയിൽ നിന്ന് വഴിമാറി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ നീളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഈ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ, അതായത് ഇൻക്വസ്റ്റ് നടപടികളിലോ പോസ്റ്റ്മോർട്ടം
നടപടികളിലോ ഒന്നും തന്നെ ഇത് ഒരു കൊന്നു കെട്ടിത്തൂക്കിയതാണ് അല്ലെങ്കിൽ ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാനുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ കാര്യങ്ങൾ കണ്ടെത്തിയത് പി ദിവ്യയുടെ ഫോണിൽ നിന്നുമാണ്. കാരണം ഈ ഫോണിൽ ഈ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ പ്രാദേശിക ചാനലിനെ വിളിച്ച് ഞാനിങ്ങനെ ഈ ഒരു യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ പറയും എന്ന് പി ദിവ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു, മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നൊരു വിവരമാണ്. ശേഷം ഈ ചടങ്ങിൽ പോയി ഇത്തരത്തിൽ ADM അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പ്രവൃത്തി നടത്തിയ ശേഷം മടങ്ങിപ്പോയി ഇതേ ചാനലിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ചോദിച്ചു വാങ്ങുകയും മറ്റ് പല ആളുകൾക്കും ഈ മറ്റ് പല ചാനലിൻ്റെയും മറ്റും റിപ്പോർട്ടർമാർക്കടക്കം ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് പി ദിവ്യ തന്നെ ആണെന്നാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രധാനമായ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ അത് മാത്രമല്ല, ഈ ADM അപമാനിക്കാനുള്ള ഒരു മനഃപൂർവ്വമായൊരു ശ്രമം പി ദിവ്യയുടെ ഭാഗത്തും ഉണ്ടായി എന്ന ശക്തമായ തെളിവ് തന്നെയായിട്ട് വേണം ഇതിനെ കണക്ക് കൂട്ടാൻ. ഏതായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പി ദിവ്യ തന്നെയാണ് ADM ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുറ്റപത്രം കോടതിയിലെത്തുമ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാകും എന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിസ്ഥാനത്തുള്ളത് സർക്കാരിന്റെ വളരെ പ്രിയപ്പെട്ട, പാർട്ടിയുടെ വളരെ പ്രിയപ്പെട്ട പി ദിവ്യ എന്ന സഖാവാണ്.